ഹേയ് ഗൈസ്, നിങ്ങൾക്കും കാലിസ്റ്റനിക്സ് പഠിക്കണോ? അതിന് മെയിനായിട്ട് അടിത്തറ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോർ സ്ട്രെങ്ത് ആണ്. ഈ കോർ സ്ട്രെങ്ത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വാ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് റഷ്യൻ ട്വിസ്റ്റ് ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് കൈമേലൊരു ചെറിയൊരു ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം പ്രിറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈഡിലേക്ക് നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒരു 3 സെറ്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മളെ കോർ നല്ല രീതിയിൽ എൻഗേജ് ആവും. ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട്. സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാങ്ക് ആണ്. പ്ലാങ്കിന് നമ്മൾ മെയിനായിട്ട് കോറും ബാക്കും നല്ല രീതിയിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു പൊസിഷനിലാണ് നിങ്ങൾ പ്ലാങ്ക് ചെയ്യേണ്ടത്. ഡെയിലി ടൈമർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. അന്നേരമാണ് നമുക്ക് പ്ലാങ്ക് എത്രത്തോളം നമുക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അടുത്ത വർക്കൗട്ടാണ് ഹോളോ ബോഡി ഹോൾഡാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഈ ഗ്ലൂട്ടിൽ മാത്രം ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കാല് കുറച്ച് ലെഗ് റേസും നമ്മൾ കൈയും കൊണ്ട് ഈ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കോർ എൻഗേജ് ആവും. കണ്ടോ. അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ക്രഞ്ചസ് ആണ്. ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ പൊന്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ കോർ എൻഗേജ് ചെയ്യും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രീത്താണ്. നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ബ്രീത്ത് എടുക്കണം. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ നല്ല രീതിയിൽ ആപ്സ് വർക്കൗട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കോറിന് മെയിനായിട്ട് കിട്ടുന്ന ഇനി ഒരുപാട് വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടുള്ള വർക്കൗട്ട് വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നതാണ്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.